ആ ബക്കറ്റ് എടുത്ത് തലയിൽ ഞാൻ കാമുന്നു. അല്ലാത്തോലെ നോക്കണെന്താ മിന്നൽ യാത്രന്റെ ഇറങ്ങി പോടാ. എന്തേലും ഇതായോ രക്ഷയില്ലാട്ടാ. ആരും ഒരു 10 പൈസ വരുന്നില്ലല്ലോ. ഭരണല്ലല്ലോ ശീതളേട്ട, അതന്നെയാണ് കാര്യവും. ഞാൻ അടുത്ത വർഷം പിടിക്കണം നമ്മൾ. അത് ഈ തരാത്ത ആൾക്കാരുണ്ടല്ലോ. അതെ, ഈ തരാത്ത ആൾക്കാരനെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ഭരണം നമ്മുടെ കയ്യിൽ കിട്ടിയ പൊട്ടക്കണം പണി. അല്ല കിട്ടൂലോ, അതിനല്ലേ ഈ മിന്നൽ അല്ല, യാത്ര. അതൊക്കെ ശരി തന്നെയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോഴത്തെ യാത്ര നടക്കണ്ടേ. മിന്നൽ യാത്ര മിന്നൽ യാത്രേന്റെ പിരിവാ. ആര്? അല്ല, ഞങ്ങള് യാത്ര പോകുന്നുണ്ട്, അപ്പൊ അതിന്റെ ഒരു പിരിവേ. നിങ്ങൾ യാത്ര പോയി ഞാൻ എന്തിനാ കാശ് തരുന്നത്? അത് ശരിയാണല്ലോ ശീതളേട്ടാ. എന്ത് ശരി? അല്ല ഞങ്ങളല്ലേ പോണത്, പിന്നെ ഞങ്ങളുടെ നേതാക്കന്മാര്. നേതാക്കന്മാര് പോണേനാ? നിങ്ങളെ നേതാക്കന്മാരെ പോയി ഞാൻ എന്തിനാണ് കാശ് തരുന്നതെന്ന്? ഞാൻ എവിടെയെങ്കിലും യാത്ര പോകുമ്പോൾ നിങ്ങളെ ഒന്ന് കാശ് വെച്ചിട്ടുണ്ടോ? അല്ല, അതില്ല. ഞാൻ എന്തിനാ കാശ് തരുന്നത്? അല്ല, ഇതിപ്പോ എല്ലാരും തരുന്നുണ്ട്. ഇത് പൊതുവായിട്ടുള്ള ഒരു കാര്യമാണല്ലോ. ചേട്ടനും പങ്കെടുക്കാം യാത്രയില്. ഇല്ല അല്ലേ? എന്തെങ്കിലും എന്നാലും ഇത് ഒഴിച്ചാ മതിയോ? പൈസ ചോദിച്ചു. ഒരു വർഷമായിട്ട് ഇഷ്ടം കൊറോണ ആയിട്ട് ജോലിയില്ല, കൂലിയില്ല. 5 പൈസയിലിരിക്കുമ്പോഴാണ് പിരിവ്. പോവേണം. ഈ ചായയുടെ കാശിട്ട് കൊടുത്തിട്ട് പോയാ. അല്ല, ഞങ്ങക്ക് ചായ വേണ്ട. അല്ല, ഇതിന്റെ കാശ് അതിന്റെ കാശ് ഞാൻ കുടിച്ച കാശ് തന്നെ ഞങ്ങൾ കൊടുക്കണേ. പിരിവ് ഉണ്ടാക്കും. പറഞ്ഞിട്ട് കാര്യമില്ല, ആ നിലയ്ക്കല്ല നമ്മുടെ പ്രവർത്തനം. നമ്മള് ഒരു 10-20 ആൾക്കാരെടുത്ത് പോയി ആകെ 2 ആളെ സംഭാവന തന്നു. ആൾക്കാർക്കൊക്കെ മനസ്സിലായി തുടങ്ങി. അടുത്തേക്കും പഴയ കളിയൊന്നല്ല. ഇവിടുന്ന് എന്താണോ കഥ? ആളുണ്ടാണോ? മന്മരോ, മന്മരോ, ഹലോ, മന്മരോ. ശീതളേട്ടൻ ഇവിടെ ഇല്ലാന്നാ തോന്നുന്നു. എന്തെന്നേ, ഇപ്പൊ 2-3 ദിവസം മുമ്പ് മന്മഥൻ ഗൾഫിൽ നിന്ന് വന്നു പറഞ്ഞല്ലേ. ക്വാറന്റൈൻ ആയിരിക്കും. അവിടെ ഉണ്ടാവൂലേ? ആ മന്മരോ, മന്മര. ഉണ്ട് ഇവിടെ. ഞാൻ പറഞ്ഞില്ലേ, വാ വാ വാ. ഞാൻ പുറത്തോട്ട് വരണോ? വാ. എവിടെ ഈ ക്വാറന്റൈനിലാണ്. സാരില്ലടോ, ഇങ്ങോട്ട് വാ. ഇത്ര കാലം എന്നെ കണ്ടിട്ട്. അതെ അതെ, ഇവിടെ നിന്നാ മതി. ഇങ്ങോട്ട് പുറത്തേക്ക് വരണ്ട. അവിടെ നിന്നാ മതി. അല്ല, ഒന്നും ഉണ്ടായിട്ടല്ല. ദുബായിന്ന് വന്നല്ലേ, അവിടുന്നൊക്കെ വന്ന കൊറോണ വൈറസിന് വീര്യം കൂടുതലാ. കാരണം ഒട്ടകത്തിന്റെ പാലും ബദാമും ഈത്തപ്പഴമൊക്കെ കഴിക്കണല്ലേ, ഇച്ചിരി വീര്യം കൂടും. അല്ല, എന്താ വന്ന? പിന്നെ ഞങ്ങള് ആ. ഒരു യാത്ര പോവാ. ഇന്ത്യ വിടുകയാണ്. ഇന്ത്യ വിടല്ല. അല്ല, അതായത് ഇപ്പോഴത്തെ ഭരണത്തിനെതിരായിട്ട് ആ. ഞങ്ങളൊരു മിന്നൽ യാത്ര സംഘടിപ്പിച്ചു. മിന്നൽ യാത്ര. ഇടിയുണ്ടാവുമോ? രക്ഷപ്പെടാത്ത പഴയ തമാശ. ഇത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ. അതെ. എന്തായാലും നിങ്ങൾ രാഷ്ട്രീയക്കാര് ഭാഗ്യം ചെയ്തവരാ. നിങ്ങൾക്ക് എവിടെ വേണോ യാത്ര നടത്താം, കൂട്ടം കൂടാം, മാസ്ക് വെക്കണ്ട, ഒന്നിനും പേടിക്കണ്ടല്ലോ. ഞങ്ങളെപ്പോലുള്ള പാവം പ്രവാസികൾ ഗൾഫിൽ നിന്ന് വർഷം കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പുറത്തിറങ്ങരുത്, കൂട്ടം കൂടരുത്, ബന്ധുക്കളെ വീട് പോകരുത്. കഷ്ടമാണ് കേട്ടോ. അതല്ല, അല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. അടുത്ത ആഴ്ചയെ പെങ്ങളുടെ മോളുടെ കല്യാണമാണ്. അപ്പൊ ഈ ക്വാറന്റൈൻ എന്നുള്ള ഒരു നിയമം ഒന്ന് മാറ്റാൻ പറ്റുമോ? ഞങ്ങള് ഭരണത്തിൽ വരട്ടെ, ക്വാറന്റൈൻ എന്ന് പറഞ്ഞ സാധനം തന്നെ ഉണ്ടാവില്ല. പിന്നല്ലേ, നമ്മളാണോ തവണ. ഇതേ അന്റെ അടുത്തുനിന്ന് ഒരു കനപ്പെട്ട സംഭാവനയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങാടിയില് ഈ ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങാനൊക്കെ പോകണ്ടല്ലേ, അതിന് പാർട്ടിന്റെ ഒരു പിന്തുണയൊക്കെ വേണ്ടേ? പിന്നെ വേണ്ടേ, നല്ല കാര്യം. ശീതലേട്ടാ, പറയണോണ്ട് വേറെ തോന്നരുത്. ഇപ്പോ നിങ്ങൾക്ക് തരാൻ ഫണ്ട് എന്റെ ഇല്ല. അയ്യോ, എന്ത് വർത്താനാക്കി പറയും ഒരു ദുബായിക്കാരനായിട്ട് മാറി പറയാ. അല്ല, അതല്ല, വൈഫ് ഇവിടെ ഇല്ല, അവളുടെ വീട്ടിലാണേ. അപ്പൊ ഞാൻ അവളെ വിളിച്ച് പറയാം. അവിടെയൊക്കെ പോയിട്ട് വാങ്ങുക. അക്കൗണ്ടിൽ ഇട്ടാ മതിയല്ലോ. അത് ശരിയാ. 3 പേരുടെ അക്കൗണ്ടിൽ ഇടണോ? വേണ്ട വേണ്ട, എന്റെ അക്കൗണ്ടിൽ ഇട്ടാ മതി. പാർട്ടിക്ക് അക്കൗണ്ട് ഉണ്ടല്ലോ. ഞാൻ അയച്ചു കൊടുക്കാം അക്കൗണ്ട് നമ്പർ. അവളെ അറിയാലോ? അറിയാം പിന്നെ. ഇതിനാ ക്വാറന്റൈനിൽ ഇരിക്കും കേട്ടോ. ഒരു മാസ്ക് ഒക്കെ എടുത്തിട്ട് മോശ ആരും വന്നിട്ടല്ലേ. അല്ല, ഒന്ന് ശ്രദ്ധിച്ചോ കേട്ടോ. ശരി, കാണാം. ശരി ശരി ശരി. പിന്നെ യാത്ര പോലെ യാത്ര. അപ്പോ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ സർക്കാർ
5 വർഷത്തെ ഭരണം വളരെ വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുകയാണ്. അതിനൊരു എതിര് അഭിപ്രായം കൂടി ഉണ്ട്. എതിരഭിപ്രായം എന്തിനാ നമ്മൾ നോക്കുന്നത്? പ്രതിപക്ഷത്തിന്റെ നയം എന്ന് പറയുന്നത് എതിർക്കുക എന്നുള്ളതാണ്. അത് നമ്മൾ നല്ലത് ചെയ്താലും ചീത്ത ചെയ്താലും അവർ എതിർത്തുകൊണ്ടിരിക്കും. അപ്പോ സത്യേട്ടാ, ഒരു സംശയമുണ്ട്. എന്താണ്? ഈ പഞ്ചാര എന്ന് പറയുന്നത് എങ്ങനെ പിടുത്തം കിട്ടുന്നില്ല? പഞ്ചാര എന്ന് പറഞ്ഞാൽ എന്തായാലും പിടുത്തം കിട്ടാത്തത് പഞ്ചാരയല്ലേ? അതെ, അത് ഇത് എങ്ങനെയാണ് നമ്മളുമായിട്ട് യോജിക്കുന്നത്? അതായത് സർക്കാരിന്റെ 5 വർഷത്തെ ഭരണ നേട്ടങ്ങളുടെ മാധുര്യം എന്നുള്ള നിലയ്ക്കാണ് പഞ്ചാര എന്ന് നമ്മൾ പേരിട്ടത്. ഈ അണികളിൽ ഒരു സംശയം വന്നു. അതായത് കുഞ്ചിയമ്മക്ക് 5 മക്കളാണ്, 5ാമന് ലോമന കുഞ്ചുവാണ്, പഞ്ചാര വിറ്റു നടന്നു കുഞ്ചു. ആ പഞ്ചാരയാണോ ഇഞ്ചക്കാട് ബെഞ്ചമിൻ പഞ്ചാര കുഞ്ചു എന്നൊരു സംശയം. അതൊക്കെ കാണും. അതൊന്നും ഇപ്പൊ നമ്മൾ നോക്കണ്ട. നമ്മൾ പഞ്ചാര തീരുമാനിച്ചു, അത് നമ്മളത് നടപ്പിലാക്കി, അത്രേ ഉള്ളൂ. എല്ലാം ഇഞ്ച വന്നതൊരു സംശയം വരുമല്ലോ. അതെ അതെ അതെ. അപ്പോ ഈ പഞ്ചാര യാത്ര നമ്മുടെ പഞ്ചായത്തിൽ എത്തുന്നതോട് കൂടിയിട്ട് ഇതുവരെ ഇല്ലാത്ത ഒരു സ്വീകരണം നമ്മൾ ജാതിക്ക് കൊടുക്കണം. വേണ്ടേ? അപ്പോ സ്വീകരണ കമ്മിറ്റിയുടെ കൺവീനറായിട്ട് സുമേഷ് ഏട്ടനെയാണ് നമ്മൾ നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പൊ സുമേഷ് ഏട്ടൻ മുന്നിൽ നിൽക്കുന്ന ഒരു പരിപാടി ഒരിക്കലും മോശമാവാൻ പാടില്ല. അപ്പൊ നമുക്ക് നാളെ തന്നെ പിരിവ് സ്റ്റാർട്ട് ചെയ്യണം. അയ്യോ, അത് ഈ പിരിവ് കുറച്ച് കൂടുതലാണെന്ന് എന്റെ ഒരു പൊതു ചർച്ച വന്നിട്ടുണ്ട്. നമ്മൾ കുറെ കാലമായിട്ട് ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതാണ് പിരിവ്. അതിനെന്താണ്? നമ്മളെ ആവശ്യം എന്താണെന്നുള്ള ജനത്തിന്റെ അടുത്ത് പറഞ്ഞാൽ മതി, അവര് കൃത്യമായിട്ട് പൈസ അത് നമ്മ പിടിച്ചു വാങ്ങും. അതിനെപ്പറ്റി വിഷമിക്കണ്ട, അതിന്റെ കാര്യം ഞാൻ അപ്പോ നാളെ തന്നെ നമുക്ക് പിരിവ് തുടങ്ങണം കേട്ടോ. അപ്പൊ നാളെ നേരത്തെ എല്ലാവരും വരണം. പഞ്ചാര യാത്ര സിന്ദാബാദ്, പഞ്ചാര യാത്ര സിന്ദാബാദ്, പഞ്ചാര യാത്ര സിന്ദാബാദ്, പഞ്ചാര യാത്ര സിന്ദാബാദ്, പഞ്ചാര യാത്ര സിന്ദാബാദ്. പഞ്ചാര യാത്ര സിന്ദാബാദ്. അതെന്താണ് നീ അങ്ങനെ സംസാരിക്കണേ? എനിക്ക് അവിടെ വരാൻ താല്പര്യം ഇല്ലാതിരിക്കുമോ? ക്വാറന്റൈൻ കഴിയണ്ടേ? നാളെ ഞാൻ ടെസ്റ്റ് ചെയ്യാൻ പോവും. റിസൾട്ട് കിട്ടിയാ ഞാൻ അപ്പോഴങ്ങോട്ട് വരൂലേ? മന്മഥോ, മന്മഥോ, പാട്ട കാണിക്കണ്ട, അത് മാറ്റി പിടിക്കും. ഇത് കണ്ടു കഴിഞ്ഞാലേ ചിലപ്പോ 5 or 10 ഇടും. മന്മഥോ, അടി ഞാൻ വിളിക്കാൻ തൊട്ട് ആരോ വന്നേക്കുന്നു. ഓക്കെ എന്നാ, ഓക്കെ. എല്ലാവരോടും അന്വേഷണം പറയട്ടാ. മന്മഥോ. സമാധാനം. എല്ലാവരും മൂർഷാധിപത്യത്തിന്റെ പ്രതീകാണ്. ആര്? ഈ കണക്കന്നെ. പാട്ട മാറ്റി പിടിക്കും. നമസ്കാരം. നമസ്കാരം. എന്താ മരള് കിട്ടാറായില്ലേ? നാളെ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. നെഗറ്റീവ് ആണെങ്കിൽ നാളെ പുറത്തിറങ്ങും. പോസിറ്റീവ് ആണെങ്കിൽ അത് തന്നെ ഇരിക്കേണ്ടി വരും. വെറുതെ പറഞ്ഞതാണ്, ഇങ്ങനെയൊന്നും സംഭവിക്കില്ലല്ലോ. പിന്നെ നമ്മുടെ യാത്രയുടെ കാര്യം അറിഞ്ഞില്ലേ? എവിടെ? ഗൾഫിലേക്ക് പോവാണോ? ഗൾഫ് പോവാനോ? ഈ നാട് വിട്ട് ആര് ഗൾഫ് പോവാൻ? പിന്നെ നമ്മുടെ യാത്ര പാർട്ടിയുടെ പഞ്ചാര യാത്ര. അത് ഞാൻ അനൗൺസ്മെന്റ് വണ്ടി പോണത് കേട്ടിരുന്നല്ലേ? അഴിമതിയും സ്വജനപക്ഷപാതവും ദുർത്തും കൊണ്ട് സംസ്ഥാനത്തെ കിളച്ചുമറിച്ച കുട്ടിച്ചോറാക്കിയ ഭരണവർഗത്തിന്റെ മേൽ മിന്നൽ പിണർ വർഷിച്ചുകൊണ്ട് ശ്രീ മോനിച്ചൻ 30 നയിക്കുന്ന മിന്നൽ യാത്ര. ഇവന്മാർക്കൊന്നും ഒരു പണിയില്ലാന്ന്. വെറുതെ മയക്കും വെച്ച് കെട്ടി വായ തോന്നുന്നത് പറഞ്ഞിട്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുക. ഒന്നും പറയാനില്ല ജനങ്ങളോട്. അല്ല, ഇതുപോലൊരു യാത്ര തന്നെയല്ലേ നിങ്ങളും നടത്തണേ? ഭരണ നേട്ടങ്ങൾ പുറലോകറിയാൻ നമ്മൾ യാത്ര നടത്തുന്നു. ഇതൊന്നും അറിയാതെ കോറന്റ് കയറിയിരിക്കുന്നു. പിന്നെ നമ്മൾ നടത്തുന്ന ഈ പരിപാടിക്ക് ഒരുപാട് ചെലവുകളുണ്ട്. ഇപ്പൊ അനൗൺസർക്ക് പൈസ കൊടുക്കണം, പിന്നെ വണ്ടിക്ക് വാടക കൊടുക്കണം, അതുപോലെ വണ്ടിക്ക് പെട്രോൾ അടിക്കുന്നത്, പെട്രോളിനൊക്കെ എന്താ വില അറിയാലോ. നമ്മുടെ ചായ കൂടി. അപ്പൊ അതിനൊക്കെ ഒരുപാട് ചെലവുകളുണ്ട്. ഇതിനൊന്നും ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല. ഇതൊക്കെ നിങ്ങളെ പോലുള്ള ആളുകളെ കണ്ടിട്ട് നിങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത്. സത്യം. അല്ല, ഇത്രയും ത്യാഗം സഹിച്ചൊരു യാത്ര നടത്തേണ്ട കാര്യമുണ്ടോ? വേണം. നമ്മുടെ രാജ്യത്തെ രക്ഷിക്കണ്ടേ, നമ്മുടെ നാട്ടുകാരെ രക്ഷിക്കണ്ടേ, അതിന് ഈ ഒരു യാത്ര വേണം അല്ലേ? സത്യേട്ടാ, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ലീവിന് വന്നപ്പോ നിങ്ങൾ ഇതുപോലെ എന്നെ വന്ന് കണ്ടു. നിങ്ങൾ പറഞ്ഞതിനും വലിയൊരു തുക ഞാൻ പാർട്ടി ഫണ്ടിലേക്ക് തന്നു. എന്നിട്ട് ആ ജംഗ്ഷനിൽ പണിയുന്ന എന്റെ ബിൽഡിങ്ങിൽ
ആദ്യം നിങ്ങളുടെ ആൾക്കാർ എന്നെ കൊടി കൊണ്ടുവന്ന് കുത്തി. അയ്യേ നിങ്ങൾ എന്താ വിചാരിച്ചത് മന്മഥൻ? അവൻ നമ്മുടെ പാർട്ടി മെമ്പർ ഒന്നുമല്ല, ഏതോ ഒരു അനുഭാവി, അത്രേ ഉള്ളൂ. അതെ, അന്ന് അറിഞ്ഞ നിമിഷം ഞങ്ങൾ അവനെ പുറത്താക്കിയല്ലോ പാർട്ടിയിൽ നിന്ന്. അതിന് മുൻകൈ എടുത്തിട്ടുള്ള ആളാണ് ഉണ്ണി. ഞാനായിരുന്നു പുറത്താക്കി. ആ അപ്പൊ തൽക്കാലം ഇപ്പൊ എന്റെ കയ്യില് പൈസ തരാനൊന്നും ഇല്ല. അയ്യോ അങ്ങനെ പറയരുത്. അല്ല, ഞാൻ പാർട്ടി ഓഫീസിലേക്ക് എത്തിക്കാം. അപ്പൊ ബാക്കി പരിപാടികൾ നടക്കണ്ടേ? അല്ല, അതിന്റെ പണികളൊക്കെ നടക്കണ്ടേ? ആ പിന്നെന്താ? അല്ല, വേറൊരു കാര്യം പറയാണ്ട്. ഒരു 6 മാസം കഴിഞ്ഞാൽ ഞാൻ ഗൾഫെല്ലാം വിടും. അത് കഴിഞ്ഞ് നാട്ടിൽ എന്തെങ്കിലും ഒരു പരിപാടി ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു ആലോചനയിലാണ്. നമുക്കിതാ ഇപ്രാവശ്യം കൂടെ ഭരണം കിട്ടട്ടെ. നമ്മുടെ സംസ്ഥാനം രാജ്യത്തെ ഏറ്റവും വലിയ നിക്ഷേപ സൗഹൃദ സംസ്ഥാനമായിട്ട് മാറും. ആർക്കും വരാം, എന്തും ചെയ്യാം. ഞാൻ ഈ മന്മഥനോട് പറയാൻ നിൽക്കായിരുന്നു, ഏതോ ബൂർഷ മുതലാളിത്ത രാജ്യത്തിന്റെ അടിമയായി പണിയെടുക്കാതെ സ്വന്തം നാട്ടിൽ വന്ന് തെക്ക് വടക്ക് നടന്നോ, ഒരു പ്രശ്നമില്ല. അല്ലേ? ശരിയാണ്. ഇവിടെ ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മക്കളെ കാണാലോ, നാട്ടുകാരെ കണ്ട് ജീവിക്കാലോ. അതല്ലേ അന്തസ്. അതെ അതെ അതെ. അപ്പോ എത്തിക്കാം, പാർട്ടി ഓഫീസിൽ എത്തിക്കാം. അങ്ങോട്ട് എത്തിക്കാം. ഓ എന്നാ പിന്നെ അങ്ങനെ മതി. നമ്മുടെ ആ ബിൽഡിംഗ് ഒക്കെ എത്രയും പെട്ടെന്ന് കയറണ്ടേ? എന്റെ ഉദ്ഘാടനം പെട്ടെന്ന് നടത്തണ്ടേ? അതുകൊണ്ട് ഇങ്ങനെ ഉഴപ്പരുത്. എന്നാലും ശരി. തരുന്നതിന്റെ അഡ്വാൻസ് തന്നെ, ബാക്കി പിന്നെ വാങ്ങാം. വേണ്ട, അവിടെ കൊണ്ടുതരുമല്ലോ. പിന്നെ ശരി. അപ്പൊ ഈ യാത്ര എവിടെ ഇഞ്ചക്കാട് ബെഞ്ചമിൻ നയിക്കുന്ന പഞ്ചാരയാത്ര, കാസർഗോട്ട് നിന്ന് തിരുവനന്തപുരത്തേക്ക് ഏതാനും ദിവസങ്ങൾക്കകം യാത്ര ആരംഭിക്കുന്ന വിവരം നാട്ടുകാരെ അറിയിക്കുന്നു. നാട്ടുകാരെ അറിയിക്കട്ടെ. പിടിക്കാൻ നാട്ടുകാരെ വോട്ടർമാരെ ഇഞ്ചക്കാട് ബെഞ്ചമിൻ നയിക്കുന്ന പഞ്ചാരയാത്ര ഏതാനും ദിവസങ്ങൾക്കകം തിരുവനന്തപുരത്തേക്ക് ഇതെന്താ? ഇത് INSPയുടെ ബോർഡ് ആരോടെ കൊണ്ടുവച്ചത്? ഈ മോനിച്ച് 30 ഏക്കർ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് വന്നത് കൊല്ലം കഴിഞ്ഞ ബോർഡല്ലേ? നമ്മൾ വർഷങ്ങളായിട്ട് ബോർഡ് വെക്കുന്ന സ്ഥലം സുമേഷ് ഏട്ടാ. ഇത് ആരാ ചെയ്തതെന്ന് എനിക്കറിയണ്ടേ. അത് എടുത്തു മാറ്റണം. ഈ അടുത്ത് മാറ്റി ഒന്നും നോക്കണ്ട. ആരൊന്നും ചോദിക്കും. അതങ്ങോട്ട് മാറ്റി പഞ്ചാരയാത്ര. സുമേഷ് ഏട്ടാ, എനിക്ക് സുഖമില്ലാതായി പോയി. എനിയാന്ന് കാണിച്ചു നടക്കില്ല. ഇല്ല, നടക്കൂല. അത് കിട്ടേ പിടിച്ചു. ഇതിങ്ങനെ നിന്നാ ശരിയാവില്ല. തല തിരിച്ച് ഇഞ്ചക്കാട് ബെഞ്ചമിൻ അവിടെ ഓന്റെ തല തിരിച്ചാ മതി. അവിടെ നിൽക്കും. നമ്മളെ മോന്റെ നാട്ടുകാരെ വോട്ടർമാരെ ഇഞ്ചക്കാട് ബെഞ്ചമിൻ നയിക്കുന്ന പഞ്ചാരയാത്ര എന്താണ് ഒരു മിനിറ്റ്? ബോർഡ് ആരെടുത്ത് മാറ്റി വെച്ചത്? ബോർഡ് ഞങ്ങളുടെ ബോർഡാര ഇവിടെ നിന്ന് എടുത്ത് മാറ്റി വെച്ചതെന്ന്. കാലാകാലങ്ങളായിട്ട് ഞങ്ങൾ വെക്കുന്ന സ്ഥലമാണത്. കാലാകാലം അവിടെ കിടക്കട്ടെ. നിങ്ങൾ ബോർഡ് വെച്ചത് അവിടെ നിന്ന് കേട്ടെ. ഈ ബോർഡ് എടുത്ത് മാറ്റിയ ആളാരാ? ഇത് പോസ്റ്റാണ്. ബുക്കിട് ഇത് സോഷ്യലിസം, ഇത് മൂർച്ചാധിപത്യം.
നിങ്ങൾ ഞങ്ങൾ ആദ്യം ബോർഡ് വെച്ച സ്ഥലത്ത് നിങ്ങൾ ഞങ്ങളുടെ ബോർഡ് വെക്കുന്ന സ്ഥലമാണ് അവിടെ നിങ്ങൾ തർക്കത്തിന് നിന്നിട്ട് ഒരു കാര്യം പറയട്ടെ അംഗീകരിക്കാൻ പറ്റി അംഗീകരിക്കും ഈ 2 ബോർഡ് അവിടെ നിർത്തി മാറ്റി